അപ്പോൾ ചില പ്രവർത്തകർ നമ്മളോടൊപ്പം ചേരുകയാണ്. അവരോട് തന്നെ നമുക്ക് ചോദിച്ചാൽ भैया अभी आपकी पार्टी थोड़ा पीछे चल रहा है, क्या उम्मीद है? पूरी उम्मीद है ये जो अभी ना रुझान जो दिखा रहे ये बदलने वाली है. 10 और 15 सीट्स का डिफरेंस आने वाली है. आम आदमी पार्टी जीतने वाली है. आम आदमी पार्टी मिनिमम 45 प्लस सीट्स आने वाली है. जस्ट थोड़ा वक्त लगेगा. अभी तो बीजेपी ट्रेंडिंग दिखा रही है, लेकिन आम आदमी पार्टी 100% आगे आने वाली है और जीत रही है. लेकिन बीजेपी को बहुत सीट में अच्छा लड़ाई कर रहा है, वो रीजन क्या होगा उसका? किस सीट पे? बीजेपी है ना अभी 40 सीट में हाँ अच्छा कर रहा है, उसका रीजन क्या होगा? रीजन हो सकता है. देखो इस बार दिस इज द टफेस्ट इलेक्शन फॉर द आम आदमी पार्टी. दिस इज वन ऑफ द टफेस्ट इलेक्शन फॉर द आम आदमी पार्टी सिंस 2013. देखो 2013, 2015, 2020 में बहुत आसानी से हम जीते थे, लेकिन इस बार वैसा नहीं था बिकॉज द माहौल वाज अगेंस्ट आप. ओके ये ना बीजेपी ने करवाया था क्योंकि यहाँ पे बहुत सारे मुद्दे आए. सभी लोग हमारे बड़े बड़े नेता सभी जेल गए. तो इसमें क्या हो गया, थोड़ा बीजेपी ने इसका फायदा लिया और लोगों में थोड़ा जहर बोझ दिया है. तो इसके साथ इसलिए वो थोड़ा अप एंड डाउन हो रही है, लेकिन मार्जिन थोड़ा कम रहने वाली है आम आदमी पार्टी की. लेकिन आम आदमी पार्टी जीत रही है. केजरीवाल आएगा 100% आएंगे. നിഷാദ് അജിംസ്, എന്തായാലും ആത്മവിശ്വാസം കൈവിടാൻ പ്രവർത്തകർ ഒട്ടും തയ്യാറല്ല. അരവിന്ദ് കെജ്രിവാൾ എത്തുന്നത് 100% ഉറപ്പെന്ന് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ആം ആദ്മി പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. അവർ ആഘോഷം തുടരുകയാണ്. ചില റൗണ്ടുകൾ മാത്രമാണ് എണ്ണിയത്, ഇനിയും റൗണ്ടുകൾ എണ്ണി തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചുവരവ് ആം ആദ്മി പാർട്ടി നടത്തും. ഇപ്പോഴത്തെ നിലയെന്ന് പറയുന്നത് 40-30 ആണ്. 40 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു, 30 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ 7 സീറ്റുകളിൽ 1000-ൽ താഴെ മാത്രമാണ് ലീഡുള്ളത്. അതിൽ 5 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയാണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. 2 സീറ്റുകളിൽ BJP തന്നെയാണ് ലീഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു കക്ഷികല മറിയേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ചർച്ചകൾ പല കോണിൽ നിന്ന് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗം സഞ്ജയ് സിംഗ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നു. എന്തായാലും തങ്ങൾ തന്നെ സർക്കാർ രൂപീകരിക്കുമെന്ന് ഓരോ പാർട്ടിയും വ്യക്തമാക്കുകയാണ്. എന്തായാലും BJP ഓഫീസിൽ വലിയ രീതിയിലുള്ള ആഘോഷം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് BJPയുടെ ഡൽഹി അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുക അത് കേന്ദ്ര നേതൃത്വമാണ്. ഡൽഹിയിലെ ജനങ്ങൾ അവരെ വഞ്ചിച്ചവർക്കുള്ള മറുപടി നൽകിയെന്നാണ് BJP ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടി ഇതുവരെ തോൽവി അംഗീകരിക്കാനോ അല്ലെങ്കിൽ ആത്മവിശ്വാസം കൈവിടാനോ തയ്യാറായിട്ടില്ല. മണിക്കൂറുകൾ അല്ലെങ്കിൽ ചില റൗണ്ടുകൾ മാത്രം എണ്ണിയെന്ന് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ പ്രവർത്തകരും വ്യക്തമാക്കുന്നത്. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവരുടെ പാർട്ടി തിരിച്ചെത്തുമെന്ന് വ്യക്തമാക്കുകയാണ്. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ലീഡ് പിടിച്ചത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം നൽകുന്നു. പക്ഷേ ആ ലീഡ് കേവലം 300 വോട്ടിന് താഴെ മാത്രമാണ്. തുടക്കത്തിൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണിയപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അരവിന്ദ് കെജ്രിവാളിന് ലീഡ് പിടിക്കുവാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ ലീഡ് പിടിച്ചത്. എന്തായാലും ശക്തമായ പോരാട്ടം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പോരാട്ടം. 29 സീറ്റിൽ ഇപ്പോൾ 30 സീറ്റിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ 2020-ലെയും 2015-ലെയും ഫലങ്ങൾ നോക്കിയാൽ ആം ആദ്മി പാർട്ടി 62-ഉം 67-ഉം സീറ്റുകൾ നേടി വിജയിച്ചിരുന്നു. അവിടെ നിന്ന് 30 സീറ്റിലേക്ക് ആം ആദ്മി പാർട്ടി കൂപ്പുകുത്തുകയാണ്. BJP 40 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അന്തിമ ഫലം അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. എന്തായാലും BJP 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരത്തിലെത്താൻ പോകുന്നു എന്ന സൂചനകളാണ് നിലവിലെ ഇപ്പോൾ കക്ഷിനില ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും പ്രവർത്തകർ ആത്മവിശ്വാസം കൈവിടാൻ തയ്യാറായിട്ടില്ല. അവർ നൃത്തങ്ങളുമായി ഇവിടെ അവരുടെ പാർട്ടി വിജയിക്കുമെന്ന ഉറപ്പിൽ ആം ആദ്മി പാർട്ടി ഓഫീസിന് മുന്നിൽ തുടരുകയാണ്. നിഷാദ്, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകുന്നത്. ആം ആദ്മി പാർട്ടി ഓഫീസിന് മുമ്പിൽ തുടരുന്ന പ്രവർത്തകർക്ക് ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട്. മികച്ച ഭൂരിപക്ഷവുമായി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ വീണ്ടും ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുമെന്ന കോൺഫിഡൻസ് പങ്കുവയ്ക്കുകയാണ് അവർ. മുഴുവൻ റൗണ്ടുകളും എണ്ണി തീർന്നിട്ടില്ലല്ലോ എന്നാണ്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ ഭൂരിപക്ഷം ഇപ്പോഴും ചെറിയ നമ്പറിലാണ് ഉള്ളത്. അത് മറിയുമോ എന്ന ആശങ്ക കെജ്രിവാളിനുണ്ട് എന്നതുകൂടി നമ്മൾ എടുത്തു കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാന മന്ദിരത്തിന് മുമ്പിൽ നിന്നാണ്. പക്ഷേ BJPയുടെ കുതിപ്പ് തന്നെയാണ് കാണുന്നത്. BJPയെ 40-ന് താഴേക്ക് കൊണ്ടുവന്ന് നിർത്താൻ ആം ആദ്മി പാർട്ടി പക്ഷേ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ആം ആദ്മി പാർട്ടി എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇപ്പോഴും അതായത് 10 സീറ്റിന്റെ വ്യത്യാസമുണ്ട് ഇരുവരും തമ്മിൽ. BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ 5 സീറ്റ് ഫ്ലിപ്പ് ഓവർ ചെയ്താൽ അവർ തുല്യമാവും. അതായത് കേവലം 5 സീറ്റിന്റെ മാത്രം ഗ്യാപ്പിൽ വിജയപരാജയങ്ങൾ മറിയുകയാണ്. 5 സീറ്റ് മറിഞ്ഞാൽ 35 എന്ന ഗോൾഡൻ നമ്പറിലേക്ക് ആം ആദ്മി പാർട്ടി എത്തും. ഇരുവരും ഒപ്പത്തിനൊപ്പം എത്തും. പക്ഷേ ഇപ്പോഴും നമുക്ക് പറയാറായിട്ടില്ല എന്ത് സംഭവിക്കുമെന്നുള്ളത്. ആന്റി ക്ലൈമാക്സുകൾ ഇനിയും നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. പിക്ചർ അഭിബി ബാക്കി ഹേ എന്നുറക്കെ പറയുകയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ. ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് 40 സീറ്റ് BJPക്ക്, 30 സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കക്ഷി നില, ലീഡ് നില എന്നുള്ളത് നമുക്ക് കാണാം.